Ariano
പാടി നമുക്ക് സ്തുതിക്കാം. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. സർവ സൃഷ്ടികളും വന്നാൽ പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും വന്നാൽ പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, സ്നേഹമാശ്ചര്യമേ. എല്ലെങ്കിലോ എന്നാടുമെല്ലാം ആഴത്തിയ തന്റെ സ്നേഹത്താൽ. എല്ലെങ്കിലോ എന്നാടുമെല്ലാം ആഴത്തിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. ലോകശയ്യയിലെനിക്കു സഹായകനും കാലഗീതവും അവൻ. ലോകശയ്യയിലെനിക്കു സഹായകനും കാലഗീതവും അവൻ. നല്ലവൈദ്യനും ദിവ്യാഭക്ഷണവും ആത്മസഖിയും അവൻ തന്നെ. നല്ലവൈദ്യനും ദിവ്യാഭക്ഷണവും ആത്മസഖിയും അവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ,
യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. ഈ ദൈവം
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമായ സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോട് സ്തോത്രം. ഇന്ന് പൽക്കാലം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ദൈവമേ അങ്ങേ സ്തുതിപ്പാൻ ഒരുക്കി തന്ന സന്ദർഭത്തിനായി സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. വീണ്ടും അല്പസമയം കൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധാനത്തിൽ ഇരിക്കുന്നു. ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ, പുത്രനെ മഹത്വപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ. Amen. നമുക്കെല്ലാവർക്കും ഇരിക്കാം. Let's be seated. എബ്രായലേഖനം 11-ാം അധ്യായം 5-ാമത്തെ വാക്യം ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് വായിക്കാം. For today's meditation, let's turn to Hebrews chapter 11 and verse 5. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. By faith Enoch was taken up so that he should not see death, and he was not found, because God had taken him. Now before he was taken, he was commended as having pleased God. ഇന്ന് പൽക്കാലം നമുക്കൊന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ, അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന സന്ദർഭത്തിനായി ദൈവത്തെ I സ്തുതിക്കുന്നു. thank God for this beautiful time that he has given all of us to worship him after listening to several great messages. വിവിധ രാജ്യങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളുടെ ആരാധിക്കുന്ന എല്ലാ ദൈവമക്കും ഞങ്ങളുടെ നിസ്തുല്യമായ സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുന്നു. We also greet all the people that have joined us from all parts of the world. നമ്മുടെ പല കുടുംബങ്ങൾ നാട്ടിലാണ്, അവരൊക്കെയും ക്ഷേമമായി ഇരിക്കുന്നു. അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. Many of our families are back home in India for vacation and they are doing well. Let's continue to pray for them. നാട്ടിലായിരുന്ന നമ്മുടെ ഫിജിയും കുടുംബം ക്ഷേമത്തോടെ എത്തിച്ചേരുവാൻ ദൈവം സഹായിച്ചു. Brother Philjian family who was in India, they were able to come back safely. കൂടാതെ പല കുടുംബങ്ങൾ കോവിഡിന്റെ രോഗത്താൽ ഭാരപ്പെട്ട ഭവനങ്ങളിലായിരിക്കുന്നു. അവരെയും നമുക്ക് ശ്രദ്ധയോടെ ഓർത്ത് പ്രാർത്ഥിക്കാം. Those are many families that are suffering from COVID, and let's continue to pray for them. നമ്മുടെ ജോമിയുടെ പ്രിയ മാതാവ് കഴിഞ്ഞ ദിവസം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അവര് വളരെ വേദനയിലായിരിക്കുന്നു. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. Dear Jomi's mom passed away the other day. Let's continue to pray for their peace and comfort. ഇന്ന് പൽക്കാലം നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഹാനോക്കിനെ കുറിച്ചാണ്. This morning we are thinking about a person named Enoch. ഹാനോക്ക് വളരെയധികം പ്രസിദ്ധനായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. Enoch was someone that achieved a lot of fame. ഹാനോക്ക് എന്നുള്ള പേര് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പേരാണ്. Enoch is a name that we all like. ഹാനോക്കിനെ കുറിച്ച് നമ്മൾ ഇവിടെ വായിക്കുന്നത് അവൻ വലിയ വിശ്വാസമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. We read that he was a man who had a lot of faith. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ വിശുദ്ധന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങളാണ് എടുത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. We continue to think about several fathers, people of faith in Hebrews chapter 11. നമ്മുടെ സഭയിലും അതേ ഹാനോക്ക് എന്നുള്ള പേരിനാൽ അറിയപ്പെടുന്ന ബേസലിന്റെ പൈതലിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I also thank God for Basil's son who also is named Enoch. അതുപോലെ തന്നെ കുവൈറ്റിൽ ഡോക്ടർ അനിൽ തോമസ്, അവരും കോവിഡ് രോഗത്താൽ ഭാരപ്പെടുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ പൈതലിന്റെ പേരും ഹാനോക്ക് എന്നാണ്. Dr. Anil Thomas in Kuwait is suffering from COVID, and let's continue to pray for them. But his son is also named Enoch, അദ്ദേഹം ഓസ്ട്രേലിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. who is studying right now in Australia. കർത്താവിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൈതലാണ്. A man of God that is used mightily for God. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ വിശുദ്ധന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില പേരുകൾ നമുക്ക് വളരെ ഇഷ്ടമുള്ള പേരുകളാണ്. We love some of the names as mentioned here that are mentioned as fathers of faith. ഹാനോക്ക് ഇത്രമാത്രം പ്രസിദ്ധനാകാൻ കാരണം താൻ 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും ദൈവം അവനെ എടുത്തുകൊള്ളുകയും ചെയ്തതിനാൽ കാണാതായി ആ നിലയിലാണ് തന്റെ പേര് ഇത്രമാത്രം പ്രസിദ്ധമായി തീർന്നത്. Enoch was commended and achieved fame in this manner because over 300 years he walked with God, and then he was taken up by God, and that was the reason for his commendation. 300 വർഷം ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഗിന്നസ് ബുക്കിൽ വരേണ്ടതായ ഒരു വിഷയമാണ്. To walk with God for more than 300 years should actually be recorded in the Guinness book. ദൈവത്തോട് കൂടെ നടന്ന് നല്ല സാക്ഷ്യം പ്രാപിച്ച ഒരു വ്യക്തിയാണ് ഹാനോക്ക്. Enoch was a person that walked with God and achieved God's testimony. ഹാനോക്കിനെ കുറിച്ച് 3 ഭാഗങ്ങളിലാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. In the word of God you see about Enoch in 3 different passages. ഒന്ന് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഹാനോക്കിനെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു. We read the description about Enoch in Genesis chapter 5 verse 21 to 24. അതുപോലെ തന്നെ യൂദായുടെ ലേഖനം 14-15 വാക്യങ്ങളിൽ അതേ ഹാനോക്ക് പ്രവചിച്ച ഒരു പ്രവചനം അവിടെ എടുത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. And in Jude chapter 1 verse 14 and 15 we see the prophecy that Enoch had said. ഇപ്പോൾ നമ്മൾ വായിച്ച എബ്രായലേഖനം 11-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലും ഹാനോക്കിനെ കുറിച്ച് നല്ല സാക്ഷ്യത്തോടുകൂടെ
അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. And we'll see Paul writing very nicely about Enoch in Hebrews chapter 11 verse 5 that we just read. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമാണ്. His lifespan was 365 years. തന്റെ പിതാവിന്റെ പേര് യാരദ് എന്നായിരുന്നു. His father's name was Jared. തന്റെ 65-ാമത്തെ വയസ്സിൽ താൻ മെഥൂശാലഹിനെ ജനിപ്പിച്ചു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. In Genesis chapter 5 verse 21 we read that at his age of 65 he had a son named Methuselah. 65-ാമത്തെ വയസ്സിലാണ് തനിക്കൊരു വ്യത്യാസം ഉണ്ടായത്. It was at his age of 65 that there was a change in his life. ആ കാലത്ത് യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്യുന്ന ആ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവർ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും നിശ്ചയമായും ഹാനോക്കും ഒരു യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്തതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Even though it is not clearly described, but we can understand that Enoch was just like other fathers in the Old Testament that sacrificed and obeyed the command of God. തനിക്ക് മെഥൂശാലഹ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ 65-ാമത്തെ വയസ്സിൽ മെഥൂശാലഹ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിൽ വന്ന ഒരു വലിയ വ്യത്യാസമാണ് അത് ദൈവത്തോട് കൂടെ നടക്കുക എന്നുള്ള തീരുമാനമെടുത്തത്. When Methuselah was born to him at the age of 65, we see a change in his life, a change in decision to walk with God. ആ കാലത്ത് വളരെയധികം അതേ ദുഷ്ടത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് തന്റെ ജീവിതം ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കുവാൻ ഇടയായി തീർന്നത്. It was during a time when wickedness was rising in this world that he dedicated his life to God. മെഥൂശാലഹ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഹാനോക്ക് തന്റെ മടിയിൽ വെച്ച് അവൻ പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ തക്കോണ്ടിയായി തീർന്നു. When Methuselah was born, he put Methuselah in his lap and he starts to think about all the things that God had done for him. മെഥൂശാലഹ് തന്റെ മടിയിൽ ഇരിക്കുമ്പോൾ തന്നെ താൻ തന്റെ അപ്പന്റെ മടിയിൽ ഇരുന്ന കാര്യങ്ങൾ താൻ ഓർത്ത് കാണും യാരദിന്റെ മടിയിൽ. You can imagine that he may have thought about himself being in the lap of his father Jared as his son Methuselah was on his lap. യാരദും വിശുദ്ധന്മാരുടെ പട്ടികയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. Jared is also a person that should be listed in the, amongst the righteous people listed there. യാരദും ഹാനോക്കിനെ അതേ ദൈവത്തിന്റെ വഴികളെ കുറിച്ച് പഠിപ്പിച്ച ഒരു വ്യക്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. We can also understand that Jared may have been a dad that actually talked about God's ways to his son Enoch. അപ്രകാരമൊക്കെ ചെയ്തെങ്കിലും തന്റെ 65-ാമത്തെ വയസ്സിലാണ് താൻ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് ഏർപ്പെടുവാൻ തക്കോണ്ടിയായി തീർന്നത്. And even though his father had done that, it was at his age of 65 that he started to have a closer relationship with God. തന്നെ പിതാവിട്ട് ലാളിച്ച് തന്നോട് ദൈവവചനം പഠിപ്പിക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള ആ യാഗത്തെക്കുറിച്ച് ഓർപ്പിക്കുകയും ചെയ്തതുപോലെ തന്നെ മെഥൂശാലഹ് ആ ഹാനോക്ക് 65-ാമത്തെ വയസ്സിൽ തനിക്ക് ലഭിച്ച തന്റെ മകനെ ലാളിച്ച് ദൈവപാതയിൽ നടത്തുവാൻ തക്കൊണ്ട് താൻ തീരുമാനിച്ചു. We can imagine how Jared had raised his son Enoch by loving him as well as talking about the sacrifices that should be committed to God in the same manner. You can imagine Enoch doing the same for his son Methuselah. മെഥൂശാലഹ് ലോകത്തിൽ ഏറ്റവും നീണ്ട വർഷം ജീവിച്ചിരുന്ന ഒരു വ്യക്തി. And we also know Methuselah to be the person that lived the longest in the earth. അതേ ഹാനോക്കിനെ കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്: 300 വർഷം 65-ാമത്തെ വയസ്സിൽ താൻ ആരംഭിച്ച തന്റെ ജീവിതം 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു എന്നാണ്. And we see that the life that he had began at his age of 65, he continued for 300 more years. പലരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവവുമായിട്ട് എന്നും ഇങ്ങനെ ആ 300 സംവത്സരം ഒന്നിച്ചിങ്ങനെ നടന്നുകൊണ്ടിരുന്നെന്ന്. And I've heard many people speak that every single day that Enoch was walking beside God. 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? What does it mean that Enoch walked with God for 300 years? യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തോട് അടുത്തില്ലുവീൻ എന്നാൽ അവൻ നമ്മോട് അടുത്തില്ലു. In the book of James we read like this, that get close to God and if he will come nigh to you. അതുപോലെ തന്നെ ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധമാണ് അവിടെ കാണിക്കുന്നത്. What it represents is a fellowship with God. തന്റെ ജീവിതത്തെയാണ് അവിടെ കാണിക്കുന്നത്. It shows about his life. തന്റെ ജീവിത വിശുദ്ധിയാണ് കാണിക്കുന്നത്. It talks about the purity in his life. അതുപോലെ നമുക്കും അതുപോലെ നടക്കുവാൻ തക്കൊണ്ട് കഴിയും. We also can walk in this manner. നമ്മൾ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, സമർപ്പണം എടുത്തു കഴിഞ്ഞാൽ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയുടെ ബന്ധത്തെയാണ്, വിശുദ്ധ ജീവിതത്തെയാണ് അവിടെ കാണിക്കുന്നത്. What it represents is the holy life that you have with God once you make that dedication to God. തന്റെ 65-ാമത്തെ വയസ്സിൽ ദൈവത്തോട് അടുക്കാൻ തക്കൊണ്ട് താൻ തീരുമാനിച്ചു. At the age of 65 he decided to get close to God. അപ്പോൾ ദൈവവും തന്നോട് അടുക്കുവാൻ തക്കൊണ്ട് ആയി തീർന്നു. At that time God also started to get close to him. നമ്മളും ദൈവത്തോട് അടുത്തിയണം.
അപ്പോൾ ദൈവം നമ്മളോട് അടുത്ത് വരും. We should go near to God, then God will come near to us. വെളിപ്പാട് പുസ്തകം വായിക്കുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. God says in the book of Revelation, I stand at the door and I knock. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. If anyone hears my voice and opens the door, I will feast with him and he with me. നമ്മളും ദൈവവുമായിട്ടുള്ള വലിയൊരു കൂട്ടായ്മ ബന്ധത്തെയാണ് അവിടെ വിളിച്ചറിയിക്കുന്നത്. It calls out a great fellowship that you and I should have with God. കുടിയൻ പുത്രൻ ദൈവത്തിൽ നിന്ന് പിതാവിൽ നിന്ന് അകന്നുപോയ സംഭവം നമുക്കറിയാം. We know about the occasion when the prodigal son left his father. ഏറിയ നാളുകൾ താൻ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കൂട്ടുകാരുമായിട്ട് ബന്ധം പുലർത്തുവാൻ കൂടിയായി. For many years he continued his relationships and friendships with his friends. അപ്പൻ തനിക്ക് വീതിച്ചു കൊടുത്ത തന്റെ വീതം മുഴുവൻ താൻ നാനാവിധമാക്കിയെന്നാണ് അവിടെ ഇരിക്കുന്നത്. And we know that the portion of inheritance that he had taken with him, that he had wasted it. തന്റെ കൂട്ടുകാരൊത്ത് തിന്നു കുടിച്ച് തനിക്ക് ലഭിച്ച സ്വത്ത് മുഴുവൻ നശിച്ചു പോകാനിടയായി. Sitting, eating and drinking with his friends, he destroyed the wealth that was given to him. എല്ലാവരും അവനെ തള്ളിക്കളഞ്ഞു. When everyone rejected him, തന്റെ ആരോഗ്യം ക്ഷയിച്ചപ്പോൾ, തന്റെ സമ്പത്ത് നഷ്ടപ്പോൾ, ഇപ്പോൾ കൂട്ടുകാരുമില്ല. when his health became weak, none of his friends are around him. താൻ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു. He desired for a job. ആ ജോലിക്ക് വേണ്ടി താൻ പന്നിയെ തീറ്റുന്ന ഒരു ജോലിയാണ് തനിക്ക് ലഭിച്ചത്. And he got a job where he was feeding pigs. അവിടെയും തനിക്ക് ഭക്ഷണം കിട്ടുന്നില്ല. And even there he is not receiving food. അപ്പോൾ അവനൊരു തീരുമാനമെടുത്തു. And so then he made a decision. എന്റെ അപ്പന്റെ ഭവനത്തിൽ എത്രയോ പേർ തിന്നു കുടിച്ച് ജീവിക്കുന്നു. How many people are in my father's house eating and drinking? ഞാൻ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ഇവിടെ കിടന്ന് വളഞ്ഞുടലുന്നു. But I walk around and I wander, not even getting one meal a day. എന്റെ പിതാവുമായിട്ടുള്ള കൂട്ടായ്മ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. I have wasted the fellowship with my father. എന്റെ പിതാവ് എത്ര വാത്സല്യത്തോടെ എന്നെ വളർത്തിയതാണ്. My father had raised me in such wonderful ways. എന്റെ പിതാവിന് എന്നെ കുറിച്ച് നല്ലൊരു ചിന്തയുണ്ടായിരുന്നു. My father was thinking about me. എന്നാൽ എന്റെ പിതാവിന്റെ വാക്ക് കേൾക്കാതെ ഞാൻ ദൂരേക്ക് കടന്നുപോയി. But not listening to my father, I went away. അതുകൊണ്ട് ദൈവം അതേ പിതാവിനോട് അടുക്കാൻ തക്കവണ്ണം തീരുമാനിച്ചു. And so then he decided, I'm going to get close to my father. ഞാൻ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് കടന്നു പോകും. I'm going to go back to my father's house. ഞാൻ എന്റെ അപ്പനോട് എന്റെ പാപങ്ങളെല്ലാം And ഏറ്റുപറയും. I'm going to confess my sins with my father. അപ്പ ഞാൻ സ്വർഗ്ഗത്തോട് നിന്നോട് പാപം ചെയ്തു. Father, I have sinned against you and against the heavens. ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല എന്ന് I am പറയും. not worthy to be called your son any longer. അങ്ങനെ ഒരു ദിവസം താൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് തന്റെ ഭവനത്തിലേക്ക് താൻ മടങ്ങി വരിക. And from where he was, he came back to his home. ദൈവത്തോട് അടുത്ത് വരിക. He is come near to God. എന്നാൽ അവൻ നിന്നോട് അടുത്ത് Then വരും. he will come near to you. അപ്പൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ദൂരെ തന്റെ മകൻ വരുന്ന കാഴ്ച കണ്ടു. As the father was looking out, he sees his son coming from afar off. അവിടെ ഇരിക്കുന്ന വാചകം അറിയാമോ? അപ്പൻ ഓടിച്ചെന്നാണ് എഴുതി. And we see that the father ran to his son. അപ്പന്റെ ഓട്ടം നിങ്ങളൊന്ന് ആലോചിച്ച് Can നോക്കിയേ. you imagine that running that is the father was, തന്റെ മകനെ കണ്ടാൽ തിരിച്ചറിയാത്ത നിലയിലാണ്. when his son was unrecognizable? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ല, അല്ല, He is not in the same state as he left the home. ആണ് എല്ലും തൊലിയുമായി ആരോഗ്യം മൊത്തം ക്ഷയിച്ചവനായിട്ടാണ് ഇരിക്കുന്നത്. He is coming back totally weak and his bones and skin. ആർക്കും തന്നെ തിരിച്ചറിയാൻ ഒക്കാത്ത ഒരു അതേ രൂപമായി പോയി. A shape where no one can recognize him. തന്റെ അപ്പൻ തന്നെ തിരിച്ചറിഞ്ഞു. But his father discerned and recognized തന്റെ him. മകൻ ദൂരെ എന്ന് വരുന്ന കണ്ടപ്പോൾ അപ്പൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിച്ചെന്നാണ് വായിക്കുന്നത്. When he saw his son coming from a distance, the father ran to him. തന്റെ മകന് നടക്കാൻ വയ്യ. The son can't walk. അപ്പനോട് അടുക്കാൻ കൊണ്ട് താൻ നടന്നു വരികയാണ്. He can't walk properly, but he's trying to come near his dad. എന്നാൽ അപ്പൻ എന്ത് ചെയ്യുന്നു? ഓടിച്ചെന്നാണ് വായിക്കുന്നത്. But we see that the father ran to the son. ഇന്നപൽക്കാലം ദൈവമായിട്ടുള്ള കൂട്ടായ്മ നമുക്ക് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ദൈവത്തോട് അടുത്ത് വരണം. If you desire the fellowship with God, you need to come close to God. നാം എല്ലാവരും അടുത്ത് വരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. God desires for you and I to come close to him. അപ്പോൾ ദൈവവും അടുത്ത് വരും. At that moment, God will come to you. അങ്ങനെ ഒരു കൂട്ടായ്മ നമുക്ക് ലഭിക്കും. And that's the kind of fellowship that you'll get. മകൻ തന്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു. As the son was confessing all his sins, എല്ലാം പറയാൻ തക്കൊണ്ട് അപ്പൻ സമ്മതിച്ചില്ല. well, the father did not allow for the son to say everything. പെട്ടെന്ന് അതേ അവനെ പിടിച്ച് ചുംബിച്ചെന്നാണ് വായിക്കുന്നത്. We see that the father kissed him നേത്രമായി അങ്കി അവനെ ധരിപ്പി. and gave a good robe for him, അവന്റെ കാലിന്റെ ചെരുപ്പ് മാറ്റുവീ. changed his slippers, പുതിയ ചെരുപ്പ് കൊടുത്തു. gave him new slippers, അവന് വേണ്ടി അവിടെ ഒരു കാളക്കുട്ടി അറുത്തു. and a calf was sacrificed for him. എത്ര വലിയ സന്തോഷമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. A great rejoicing in that home. അതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. That is fellowship. അതാണ് ദൈവമായുള്ള നടപ്പെന്ന് പറയുന്നത്. That is the walk with God. ആനോക്ക് തന്റെ ജീവിതത്തിൽ ദൈവത്തോട് അടുക്കാൻ തക്കണം തീരുമാനിച്ചു. Enoch in his life decided to get closer to God. എങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു അത്? What kind of a time was that? മനുഷ്യൻ ദൈവത്തെ മറന്നു ജീവിക്കുന്ന ഒരു A കാലഘട്ടം. time when man had forgotten about God. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലാണ് തന്റെ പേര് ഇവിടെ വന്നിരിക്കുന്നത്. It is in Genesis chapter 5 that we read his name.
അവിടെ ഒരു ശവപ്പറമ്പെന്നാണ് അതേ ആ അധ്യായത്തെ കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത്. And what we see there is a cemetery. ജനിച്ചു, അതേ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു, മരിച്ചു. ഇതാണ് വായിക്കുന്നത്. And we see that people were raising their sons and daughters and then they died. അതിന്റെ ഇടയിലാണ് അതേ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആനോക്കിനെ കുറിച്ച് ചില വാചകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. And it's in the midst of that, the person we like, Enoch, there's a description about him. അവൻ ദൈവത്തോട് അടുത്തപ്പോൾ When he got closer to God, ദൈവവും അവനോട് അടുത്തു വന്നു. God became closer to him. ഒരിക്കൽ ഒരു രാജകൊട്ടാരത്തിന്റെ വാതിക്കൽ ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുകയായിരുന്നു. A beggar was sitting at the courtyards of a palace. അപ്പൊ രാജാവ് തീരുമാനിച്ചു, അതെ എനിക്കൊരു വിരുന്ന് കഴിക്കണം, ഒരു സദ്യ ഒരുക്കണമെന്ന് തീരുമാനിച്ചു. And so the king decided to host a feast. അനേകരെ ക്ഷണിച്ച് വലിയൊരു സദ്യ നടത്താൻ താൻ തീരുമാനിച്ചു. He invited a lot of people for this feast. അപ്പോൾ ഈ ഭിക്ഷക്കാരനും ഈ സദ്യയിൽ പങ്കുണ്ടാക്കൊള്ളാന്ന് വലിയ ആഗ്രഹം തോന്നി. The beggar also had a desire to attend this feast. അപ്പോൾ രാജാവ് പറഞ്ഞു, എല്ലാവരും നല്ല വസ്ത്രം, പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം ഇവിടെ വന്ന് ഈ വിരുന്നിൽ സംബന്ധിക്കാൻ എന്നുള്ള ഓർഡർ കൊടുത്തു. And the king had decreed this order that everyone should be dressed appropriately to come eat of this feast. എന്നാൽ ഈ ഭിക്ഷക്കാരന് ഒരു പുതിയ വസ്ത്രം ധരിക്കാനുള്ള യോഗ്യത, അതിനുള്ള പണം തനിക്കില്ല. But this beggar doesn't have the money to buy a new attire. എന്നാൽ ഈ സദ്യയിൽ ഈ ആ രാജാവ് നടത്തുന്ന വിരുന്നിൽ സംബന്ധിക്കാൻ തന്റെ ഹൃദയത്തിന് വലിയ വാഞ്ച തോന്നി. But in his heart he had this great thirst to attend this feast. താൻ അരിത്തോട് തീരുമാനിച്ചു രാജാവിനെ ഒന്ന് മുഖം കാണിക്കാം. And so he decided boldly that he's going to show his face to the king. രാജാവിന്റെ അരികെ കടന്നു ചെന്ന് തൊഴുതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. And he came to the king and he bowed down and he said this. രാജാവേ, രാജാവ് ഒരുക്കുന്ന വിരുന്നിൽ എനിക്കും പങ്കുകൊള്ളണമെന്ന് ആഗ്രഹമുണ്ട്. O king, I have this desire to attend the feast that you're preparing. എന്നാൽ എനിക്കൊരു രാജാവ് പറഞ്ഞ പോലെ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് വരാൻ തക്കമുള്ളതായ കഴിവ് എനിക്കില്ല. But according to your order, I don't have the ability to buy a good clothes. ഞാൻ ആ പുസ്തകത്തിൽ ആ എഴുത്തിൽ വായിച്ചത് രാജാവിന് അവനോട് മനസ്സലിഞ്ഞെന്നാണ്. And I read in that article that the king had mercy upon him. രാജാവ് അവനൊരു പുതിയ വസ്ത്രം കൊടുത്തു. And the king gave him a new cloth. അപ്പൊ പുതിയ വസ്ത്രം കൊടുത്തിട്ട് പറഞ്ഞു, ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇനി നടക്കാവുള്ളൂ. And said, you should only wear this and walk around. ഇനി നിന്റെ ആ പഴയ വസ്ത്രവും ധരിച്ചുകൊണ്ട് നീ നടക്കരുത്. You should not wear the old clothes that you had. അവന് വലിയ സന്തോഷമായി. He was so happy. അവന് അവിടുന്ന് രാജാവിന്റെ ഈ പുതിയ വസ്ത്രവും വാങ്ങിച്ച് ധരിച്ചുകൊണ്ട് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയാണ്. And he wore this new attire and he got out of the palace. അപ്പൊ താൻ അഴിച്ചു വെച്ച ആ പഴയ വസ്ത്രം അവിടെ കിടക്കുന്ന കണ്ടു. And he saw the old clothes that he had taken off. അത് കണ്ട ഉടനെ താൻ അതെടുത്ത് അതേ കൈ കൂട്ടിക്കെട്ടി. And so he took that and he packed it up. പുതിയ വസ്ത്രം താൻ ധരിച്ചിട്ടുണ്ട്. He has put the new clothes. എന്നാൽ ഈ പഴയ വസ്ത്രം ചുരുട്ടിയപ്പോഴും തന്റെ കയ്യിൽ പിടിച്ചിരിക്കുക. But he's got the old clothes in his hands. എനിക്ക് അതിനോട് വലിയ ആഗ്രഹമാണ്. He's great desire towards it. ഞാൻ ഈ വിരുന്നിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴും തനിക്ക് ശരിയായിട്ട് ഒരു ഏകാഗ്രതയിൽ ആ ഭക്ഷണം കഴിക്കാൻ ഒത്തില്ല. Even though he had gone to this feast, he was not able to concentrate on the food. ഞാൻ ഇത്രയും നാൾ ഉടുത്തുകൊണ്ട് നടന്ന ആ വസ്ത്രം, ആ പഴയ വസ്ത്രം തന്റെ കയ്യിലിരിക്കുകയാണ്. Because he still has those old clothes that he's been wearing all this time. താൻ പോകുന്നിടത്തെല്ലാം രാജാവ് പറഞ്ഞ വാക്ക് താൻ ഓർക്കുന്നുണ്ട്, നീ ഈ പുതിയ വസ്ത്രം മാത്രമേ ധരിക്കാവുള്ളൂ എന്ന്. And he remembered the words of the king that everywhere you go you should wear this new attire. എന്നാൽ തന്റെ പഴയ വസ്ത്രം തന്റെ കയ്യിൽ നിന്ന് കളയാൻ തനിക്ക് താല്പര്യമില്ല. But he does not have the desire to throw away the old clothes. ഇന്ന് പലക്കാലം ദൈവത്തോടുകൂടെ നടക്കുന്ന ദൈവത്തിന്റെ പൈതലേ, Child of God that's walking with God. ദൈവവുമായി കൂട്ടായ്മ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, Child of God that's fellowshipping with നിന്റെ God. മനസ്സ് ഏകാഗ്രതയോടെ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ നിന്റെ ആ പഴയ വസ്ത്രമുണ്ടല്ലോ, നിനക്ക് ഉടുക്കാൻ കൊള്ളാത്ത ആ വസ്ത്രമുണ്ടല്ലോ, ആൾക്കാർ അറക്കുന്ന വസ്ത്രമുണ്ടല്ലോ, അത് നീ പൂർണ്ണമായി മാറ്റിക്കളയണം. If you want to do that, you have to take away those old clothes that no one likes to see. നീ ഒരു പുതിയ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. You have a new attire. എന്നാൽ ആ പുതിയ വസ്ത്രം നിനക്ക് സന്തോഷിക്കാൻ തൊക്കെ നോക്കുന്നില്ല. But you're not able to rejoice in the manner that you could in that new clothes. കാരണം ഇപ്പോഴും നിന്റെ ആ പഴയ വസ്ത്രം നീ കൈ പിടിച്ചിരിക്കുന്നു. Because you still have in your possession the old clothes that you should share. ഇന്ന് പലക്കാലം ദൈവവുമായി കൂട്ടായ്മ ആചരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, Child of God that's fellowshipping with God this morning. നമ്മൾ വിട്ടുകളയേണ്ട കാര്യങ്ങൾ മൊത്തം വിട്ടുകളയണം. What you should shed away, you should completely throw it away. എന്തെല്ലാം വിട്ടുകളയണം എന്നുള്ളത് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു. We read in the book of Colossians all the things that you should throw away. നമ്മുടെ പഴയ മനുഷ്യന്റെ സ്വഭാവം മുഴുവൻ ഉരിഞ്ഞു കളയണം. You should take away all of the behaviors of the old man and throw it away. ആരോടും ക്ഷമിക്കാൻ തക്കണം ഒക്കത്തില്ലാത്ത വിഷയങ്ങളുണ്ടല്ലോ, ഞാൻ ക്ഷമിക്കത്തില്ല വിട്ടുകൊടുക്കത്തില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ആ വാശിയും വൈരാഗ്യം എല്ലാം പഴയ വസ്ത്രം നീ പൂർണ്ണമായി മാറ്റിക്കളയണം.
All of those revenge mindset that you have where you don't forgive people, you should take that and you should throw it away. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ. Come near to God. ഹാനോക്ക് എങ്ങനെയാണ് 300 വർഷം ദൈവത്തോട് വളർന്നത്? How did Enoch walk with God for 300 years? അവൻ തന്റെ ജീവിതം സൂക്ഷിച്ചു. He kept his life. അവൻ തന്റെ വിശുദ്ധി പാലിച്ചു. He kept his purity. അവന്റെ ജീവിതമാകുന്ന വസ്ത്രത്തെ ചെളി പറ്റാതെ താൻ കാത്തു സൂക്ഷിച്ചു. He kept the clothes that of righteousness on him. അല്ലാതെ എന്നും ദൈവം ഇങ്ങനെ സിംഹാസനത്തിൽ ഇറങ്ങി വന്നിട്ട് ഹാനോക്കുമായിട്ട് ഇങ്ങനെ നടക്കല്ലായിരുന്നു. No, it wasn't that God was coming down from heaven every day and walking with Enoch. അതുപോലെ തന്നെ നമുക്കും നടക്കാൻ തക്കൊണ്ട് കഴിയും. You and I can walk in the same manner. നമ്മുടെ ജീവിതം കണ്ടുകൊണ്ടിരിക്കുന്നവനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. You are serving a God that is watching your life. നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയം കൊടുത്തെങ്കിൽ, ആ തീരുമാനമെടുത്തെങ്കിൽ ആ തീരുമാനം അനുസരിച്ച് തന്നെ നമ്മൾ നടക്കണം. If you've given your life to Christ and you made a decision, you should walk according to that decision. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ കടന്നു വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. That's why Jesus said, where 2 or 3 are gathered in my name, I'll be in the midst of them. കൊലോസ്യലേഖനം 2-6 വാക്യത്തിൽ വായിക്കുന്നു, അവന്റെ കൂട്ടായ്മയിൽ നിങ്ങൾ നടപ്പീൻ. And in Colossians chapter 2 verse 6 we read like this, that you should walk in his fellowship. ഹാനോക്ക് വേർപാട് പാലിച്ചു എന്നുള്ളതാണ് അതിന്റെ ചുരുക്കം. What that means is that Enoch led a separated life. പത്രോസ് തന്റെ പ്രസംഗത്തിൽ പറയുമ്പോൾ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെടുവീൻ. And we read the message of Peter that you should walk away from this wicked generation. അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിപ്പീൻ. And Paul says that in his presence you should be righteous. ഇത് 1-2 വർഷമല്ല താൻ നടന്നത്. This is not 1 or 2 years that he walked. 65-ാമത്തെ വയസ്സിൽ എടുത്ത തീരുമാനം, അതേ 365-ാമത്തെ വയസ്സ് വരെയും താനത് പാലിച്ച് അത് അവൻ ദൈവം അവനെ എടുത്തുകൊള്ളുവാൻ തങ്ങളുടെയായി തീർന്നു. The decision he made at the age of 65, he was able to keep until his age of 365, and then God took him. ഇന്ന് പലകാലം ഹാനോക്കിന്റെ നടപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. Do you understand the walk of Enoch today? അതേ നിലയിൽ തന്നെ നമുക്ക് നടക്കുവാൻ തക്കൊണ്ട് കഴിയും. You and I should walk in the same manner. അതേ, അതുകൊണ്ടാണ് ശൂലേമിയെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു, എന്റെ പ്രിയ മുള്ളുകളുടെ നടുവിൽ ഒരു താമര പോലെ. And that's why about the Shulamite we read like this, my beloved is like a lotus amongst the thorns. അതേ, പ്രതികൂലം ഇല്ലാഞ്ഞിട്ടല്ല, Not because of a lack of obstacles. ഹാനോക്ക് ഇഷ്ടം പോലെ പ്രതികൂലം അനുഭവിച്ച ഒരു വ്യക്തിയാണ്. Enoch is someone that also received a lot of problems. ചുറ്റുപാടുള്ള ജനത്തിന്റെ ജീവിതം കണ്ട് തന്റെ മനം തൊന്നതാണ്. His heart had pain looking at the lifestyle of the people around him. അവരെ ഇവരെ നോക്കിയാൽ നിനക്ക് ജീവിപ്പാൻ തക്ക ഒക്കത്തില്ല. You cannot live and move forward if you look at other എവിടെ people. നോക്കിയാലും പാപമാണ് കാണുന്നത്. Because wherever you look, you see sin. എവിടെ നോക്കിയാലും ദുഷ്ടതയാണ് കാണുന്നത്. Everywhere you look, you see wickedness. അതിന്റെ നടുവിൽ അവൻ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടന്നു. In the midst of that, he had a fellowship with എന്നെ God. കേൾക്കുന്ന എന്റെ കുഞ്ഞുങ്ങളെ, My children that are listening to me, നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. you need to pay attention to who you are in the midst of your school life. മറ്റുള്ള കുഞ്ഞുങ്ങൾ നടക്കുന്ന പോലെ നടക്കാനുള്ളവരല്ല നിങ്ങൾ. You are not supposed to walk in the way that other children are walking in. നിനക്ക് ദൈവവുമായ ഒരു കൂട്ടായ്മയുണ്ട്. You have a fellowship with your God. നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. There is a God that is watching you. ആ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കണം. You need to walk in the fellowship with that God. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും ഞാൻ അവിടെ നടുവിലുണ്ട്. That's why Jesus said, where 2 or 3 are gathered in my name, I'm in the midst of them. അശുദ്ധിയുള്ള സ്ഥലത്ത് ദൈവത്തിന് നിൽക്കാൻ തക്ക ഒക്കത്തില്ല. God cannot stay in a place of wickedness. അതുകൊണ്ടാണ് ബാലാക്ക് ഇസ്രായേലിനെ ശപിക്കാൻ വന്നപ്പോൾ പറഞ്ഞൊരു വാചകം, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. That's why Balak, when he came to curse the people of Israel, he says that here is a separated group of people. ജാതികളുടെ കൂട്ടത്തിൽ അവർ എണ്ണപ്പെടുന്നില്ല. You cannot count them with the other people. രാജാവ് അവരുടെ മധ്യമുണ്ട്. Because there's a king amongst them. ഞാൻ അങ്ങോട്ട് പ്രാകാൻ തുടങ്ങിയാൽ അതങ്ങോട്ട് ഏക്കത്തില്ല. If I start to say the words of curse, it will not affect them. അതിങ്ങോട്ട് തിരിച്ചു വരും. It will come back to us. കാരണം ദൈവം അവരുടെ നടുവിലുണ്ട്. Because there is a God amongst them. നമ്മുടെ ജീവിത വിശുദ്ധിയാണ് ഹാനോക്ക് നടന്നു എന്ന് ഈ പറയുന്നത്. Your holiness in your life is what Enoch's life describes. അല്ലാതെ എന്നും ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് അവന്റെ കയ്യെ പിടിച്ച് ഇങ്ങനെ നടക്കല്ലായിരുന്നു. It wasn't that God came down from the heavens, held his hands and walked with അവൻ him. ദൈവത്തോട് അടുത്തപ്പോൾ ദൈവം അവനോട് അടുത്തു. When he got closer to God, God became closer അതേ to him. നടപ്പ് നമുക്ക് നടക്കാൻ തക്കൊണ്ട് കഴിയും. You and I can have that exact same walk. നമ്മുടെ ഓഫീസ് ജീവിതം നടക്കാൻ തക്കൊണ്ട് You കഴിയും. can have that walk in your office life. നമ്മുടെ മാർക്കറ്റിൽ പോക്കിൽ നടക്കാൻ തക്കൊണ്ട് You കഴിയും.
can have that walk when you go to the markets. ചുറ്റുപാടെല്ലാം പ്രതികൂലമായിരുന്നപ്പോ Even when all the circumstances were against it. അതിൽ നടുവ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നടന്നു. In the midst of those problems, he walked with God. അതാണ് അവന്റെ നടപ്പെന്ന് പറയുന്നത്. That is his walk. അതേ ശൂലേമിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, എന്റെ പ്രിയ മുള്ളുകളുടെ ഇടയിൽ ഒരു താമര പോലെ. My beloved is like a lotus amongst the thorns. ശൂലേമി തന്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ, A decision that Shulamite made. തന്റെ പ്രിയനുമായിട്ടുള്ള ബന്ധത്തിൽ അതേ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ, When she had made a decision with her beloved. തന്റെ വീട്ടുകാരെല്ലാം തനിക്ക് എതിർപ്പായി. When all her family was against her. എങ്കിലും തന്റെ പ്രിയനുമായിട്ടുള്ള ബന്ധം വിടാൻ തക്കണം താൻ തീരുമാനിച്ചില്ല. But she did not decide to walk away from her beloved. നാട്ടുകാരെല്ലാം തനിക്കെതിരായി. While every people in her land became against her. എന്നാൽ ദൈവമായിട്ടുള്ള ബന്ധം വിടാൻ തക്കണം തീരുമാനിച്ചില്ല. She did not decide to walk away from her God. അതുകൊണ്ട് അവളുടെ പ്രിയനെ, അവളെ വിവാഹം കഴിക്കാനിരിക്കുന്ന പ്രിയന് അവളെ കുറിച്ച് ഒരു സാക്ഷ്യമുണ്ട്. And therefore the testimony that her beloved has about her. ചുറ്റും മുൾകൾ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ, While there are thorns around her. അതിൽ നടുവിൽ എന്റെ പ്രിയ ഒരു താമര പോലെ ശോഭിക്കുന്നു. That she is like a lotus in the midst of that ഇന്ന് thorn. പൽക്കാലം നമ്മുടെ ദൈവം നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയട്ടെ. Can your God say a testimony about you? പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെ നടുവിൽ ഒരു താമര പോലെ, മുള്ളുകളുടെ നടുവിൽ, പരിശോധന നടുവിൽ ശോഭിപ്പാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. Are you able to shine like that flower amongst the thorns while you face all these problems? 65 വയസ്സിൽ താൻ രക്ഷിക്കപ്പെട്ടു. 1, at the age of 65 he was saved. 2, അവൻ 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. 2, for 300 years he walked with God. ഇനി മൂന്നാമത്തെ വിഷയം, Thirdly, എബ്രായർ 11:5 വാക്യം വായിക്കുമ്പോൾ, when you read Hebrews chapter 11 verse 5, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നാണ്. he pleased God. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. He pleased അവൻ God. മനുഷ്യനെ അല്ല പ്രസാദിപ്പിച്ചത്, He did not please man. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. He pleased God. ഇന്ന് പലക്കാലം ദൈവത്തിന്റെ പൈതലെ നമ്മൾ ആരാധിക്കുമ്പോൾ, നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം നമ്മളെ പ്രസാദിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓർക്കണം. You should think about when you worship, when you sing, whether God is pleased with you. കഴിഞ്ഞ ആഴ്ചയിൽ ഹാബേലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചെന്നാണ് വായിക്കുന്നത്. The other day when I spoke about Abel, I said that in Abel's sacrifice God was pleased. നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവം നമ്മളിൽ പ്രസാദിക്കട്ടെ. When you worship, will your God be pleased with you? മോർദെഖായെ കുറിച്ച് നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, മോർദെഖായിക്ക് അതേ അവൻ രാജാവിന്റെ പടിവാതിക്കൽ കാവൽ നിൽക്കുന്ന ഒരു കാവൽക്കാരനായി, ഒരു വാച്ച്മാനായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. And we see Mordecai guarding the courtyards of the king's palace, and that was his employment. ഹാമാന് അതേ രാജാവ് അതേ വലിയ സ്ഥാനങ്ങൾ, വലിയ മാനം തനിക്ക് കൊടുക്കാൻ തക്കടിയായി. And Haman was given a lot of positions and privileges. വലിയ പ്രമോഷൻ കൊടുത്തു. A great promotion. രാജാവ് ഒന്നാമനായിരിക്കുമ്പോൾ രണ്ടാമനെ പോലെയാണ് ഹാമാൻ ജീവിക്കുന്നത്. While the king was number 1 in that land, Haman was living as the number 2. ഹാമാനെ രാജാവ് ഉയർത്തി കഴിഞ്ഞപ്പോൾ ജനമെല്ലാം അവന്റെ മുമ്പിൽ കുമ്പിടാൻ തുടങ്ങി. When Haman was lifted up, all the people started to worship him. വരുന്നവരെല്ലാം അവനെ കാണുമ്പോൾ അങ്ങ് താഴെ വീഴുകയാണ്. And everyone that was coming to him was falling down. എന്നാൽ മോർദെഖായി അവനെ നമസ്കരിച്ചിരുന്ന വായിക്കുന്നു. But Mordecai did not worship him. എല്ലാരും കുമ്പിടുമ്പോൾ അവൻ ഇങ്ങനെ നേരെ നിൽക്കും. While everyone bowed before Haman, Mordecai stood still. ഞാൻ എന്റെ ദൈവത്തെ മാത്രമേ That പ്രസാദിപ്പിക്കത്തുള്ളൂ. I will only please my God. എന്റെ ദൈവം എന്റെ കൂടെ ഉള്ളപ്പോൾ, When my God is with me. എന്റെ ദൈവത്തെ കഴിഞ്ഞ ഒരു വ്യക്തിയെയും ഞാൻ കുമ്പിടത്തില്ല. Aside from my God, I'm not going to bow down in front of anyone. വർത്തമാന ഹാമാന്റെ അരികെത്തി When the news reached അവന്റെ Haman, കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം വിചാരിച്ചു ഇവന്റെ സ്ഥിതി എന്താകുമെന്ന്. and everyone that was working there started to think, what would his state be? ഇവന്റെ അന്തം എന്താകുമെന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. And they are thinking about what his end will be. അപ്പോൾ ഹാമാൻ കയറി വരുമ്പോൾ And so when Haman was coming in, എല്ലാരും കുമ്പിടുന്നല്ല അവന് വിഷയം. he doesn't worry about everyone bowing down. അവിടെ ഒറ്റ വ്യക്തിയാ നോക്കുന്നത്, മോർദെഖായിയെ. He's only looking at one person, അവന്റെ Mordecai. നില എങ്ങനെയാണെന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. And he's looking at what's his state. നോക്കുമ്പോ അവൻ അവിടെ നേരെ നിൽക്കുന്നു. And he's standing firm. എടാ, എന്റെ ദൈവം എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ ഈ ഇവന്റെ മുമ്പിൽ കുമ്പിടാൻ പോകുന്നത്? If my God is with me, why is it that I'm bowing down in front of എന്റെ him? ദൈവത്തെയാണ് ഞാൻ ആരാധിക്കേണ്ടത്. I should worship my എന്റെ God. ദൈവത്തെയാണ് ഞാൻ പ്രസാദിപ്പിക്കേണ്ടത്. I should please my God. അവസാനം എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. And you know what happened at the end? അവസാനം ഹാമാൻ ചെന്ന് അഹശ്വേരോശ് രാജാവിനോട് പറഞ്ഞു, അതേ നമ്മുടെ ഇടയിൽ ഒരു ജാതി ചെതറിക്കിടക്കുന്നു.
And to Ahasuerus, the king Ahasuerus, Haman said that there was a foreigner that was doing this, അവർ നിന്റെ കൽപ്പനകൾ അതേ പ്രമാണിക്കുന്നില്ല. that they were not following your commands. ഒറ്റ വ്യക്തിയെ തന്നെ എന്തിനാ കൊല്ലുന്നെന്ന് വിചാരിച്ചാണ് അവൻ അങ്ങനെ ചെയ്തത്. He didn't want to just kill one person, he wanted to kill a group of people. അതുകൊണ്ട് ഈ ജനത്തെ ഈ ദേശത്തുനിന്ന് നമ്മൾ തകർത്ത് ഇല്ലാതാക്കി കളയണം. And so we should decimate these group of people ഒറ്റ ഒരു കാരണം കൊണ്ടാ, because of one reason, ഒരു ഭക്തൻ ദൈവത്തെ പ്രസാദിപ്പിച്ചെന്നുള്ളതാണ്. because of one man choosing to please God. അതുകൊണ്ട് അവന്റെ ജാതിയെ മൊത്തം കൊന്നുകളയാൻ തക്കണം തീരുമാനിച്ചു. So they decided to kill all of their people. അപ്പോൾ അഹശ്വേരോശ് രാജാവ് പറഞ്ഞു, അവരെല്ലാം നിന്റെ മുമ്പിൽ ഇരിക്കുന്നു, നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. And so the king Ahasuerus said, they're in front of you, do as you please. നമുക്ക് അപാകം അറിയുന്നോട് ഞാൻ വിവരിക്കുന്നില്ല. I'm not going to describe because we know that അതേ passage. 127 സംസ്ഥാനങ്ങളിൽ ഇന്ത്യ വരെയുള്ള അതേ യഹൂദന്മാരെ കൊന്നുകളയാൻ തക്കണം അതേ ഓർഡർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. An order that was given for 127 provinces, all the Jews that were living there to be killed. ഇത്രയും പ്രതികൂലം വന്നപ്പോൾ മൊർദെഖായി തീരുമാനിച്ചില്ല, അയ്യോ എനിക്ക് തെറ്റുപറ്റി ഹാമാനെ, ഞാൻ നിന്റെ മുമ്പിൽ നമസ്കരിച്ചോളാം എന്നവൻ പറഞ്ഞില്ല. When such a huge problem came in front of him, Mordecai did not decide, oh Haman, I made a mistake, I will worship you. അവൻ തന്റെ ദൈവത്തിൽ ആശ്രയിച്ചു. He trusted in his God. എസ്തേറിനോട് പറഞ്ഞു, എസ്തേറേ നീ ഒരു കാര്യം ഓർത്തോളണം, ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ അവന്റെ നല്ല ഉറപ്പാണ്, യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തുനിന്ന് ഉദ്ധാരണവും രക്ഷയുണ്ടാകും, എന്നാൽ നീ നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. And to Esther he said that if you are silent at this time, you and your family would be destroyed, but we will get salvation. 3 ദിവസം ഉപവാസം ആരംഭിച്ചു. A 3-day fasting started. ഉപവാസം കഴിഞ്ഞപ്പോൾ അതേ എസ്തേർ പറഞ്ഞു, അതെ ഞാൻ ഈ ഉപവാസം, അതേ എന്റെ ബാല്യക്കാരികളും എല്ലാം ഉപവസിക്കും, നീ ഉപവസിക്കണം 3 ദിവസം. ആ 3 ദിവസം കഴിയുമ്പോൾ ഞാൻ അഹശ്വേരോശ് രാജാവിന്റെ അടുക്കൽ കടന്നില്ല. And she fasted for 3 days, and she said that her servants will also fast, and asked Mordecai to fast as well, and then that she would approach the king. 30 ദിവസത്തേക്ക് എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ അനുവാദമില്ല. For 30 days she does not have the permission to see the king. എന്നാൽ അസാധ്യമായതിനെ സാധ്യമാക്കി തരുന്ന എന്റെ ദൈവം ഈ ഉപവാസം കഴിയുമ്പോൾ പ്രവർത്തിക്കും, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ്. But my God, who can make the impossible possible, will enable me to see the king. I'm going to start my fasting. 3-ാം ദിവസം അതേ രാജാവിന്റെ അടുക്കലേക്ക് കടന്നിരിക്കുകയാണ്. And on the 3rd day she approaches the king. ആൾക്കാർ പറഞ്ഞു, രാജാവേ എസ്തേർ രാജ്ഞി വന്നിരിക്കുന്നു. And people said to the king, the queen Esther has come. ഉടനെ അകത്ത് വരാൻ പറയാൻ പറഞ്ഞു. And so he said, ask her to come in. രാജാവിന്റെ പൊൻചെങ്കോൽ നീട്ടി. And his golden scepter was extended. രാജാവിന്റെ ചോദ്യം എന്താണെന്നറിയാമോ? And the question the king എസ്തേറെ had, നിനക്ക് എന്ത് വേണം? Esther, what do you want? ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, Child of God that chooses to please God. ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, Child of God that chooses to worship God. നീ ദൈവവുമായുള്ള കൂട്ടായ്മ നിൽക്കുകയാണെങ്കിൽ നിന്റെ കാര്യം ദൈവം തന്നെ നോക്കിക്കൊള്ളും. If you stay and remain in the fellowship with God, God will take care of your needs. അതേ രാജാവിന് ഒരു വിരുന്നിന് ക്ഷണിച്ചു. The king invited them for a feast. ഹാമാനെ ക്ഷണിച്ചു. Haman was invited. ആ വിരുന്നെല്ലാം കഴിഞ്ഞപ്പോൾ വീണ്ടും രാജാവ് ചോദിച്ചു, നിനക്ക് എന്ത് വേണം? രാജ്യത്തിന്റെ പാതി വേണം തരാം. And at the end of the feast, the king said, what do you need? Even if it's half of the kingdom, I'll give it to you. ഓ അതേ രാജ്യം പറഞ്ഞു, നാളെ എനിക്ക് എന്ത് വേണമെന്നുള്ളത് ഞാൻ നാളെ പറഞ്ഞോളാം. And the queen said, I'll tell you tomorrow what I need. Praise the Lord. Praise God. നീ അതിന്റെ അകത്ത് ഒരു ചരിത്രം കൂടെ മാറി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന്റെ ഗുണം ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. I'm going to tell you the amazing thing about pleasing God. ഹാമാൻ വലിയ സന്തോഷത്തോടാണ് വീട്ടിലോട്ട് പോയത്. Haman went home rejoicing. തന്റെ ഭാര്യ സേറസിനെയൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞു. Talked to his wife Sarah. പിള്ളേരും സേറസും കൂടെ എന്തോ ഒരു Can you സന്തോഷമായിരുന്നു. imagine the joy in that house with the wife and the kids? അപ്പം പറയുന്നത്, എനിക്ക് ആ മൊർദെഖായിയെ കാണുമ്പോൾ ദേഷ്യം വരുന്നു. When I see that Mordecai, I get angry, Haman said. ഈ സേറസാണ് പറഞ്ഞത്, നീ ഒരു കഴുമരം ഉണ്ടാക്ക്. And so Sarah said, why don't you put together a നാളെ അവനെ gallows? തൂക്കിക്കളയാൻ രാജാവിനോട് അനുവാദം ചോദിക്കാൻ. And then ask the permission of the king to hang him. ഹാമാൻ അതേ ഇത് ചോദിക്കാൻ വന്നപ്പോൾ അതിന്റെ തലരാത്രി രാജാവിന് ഉറക്കം വന്നില്ല. The night before that, king did not sleep. The night before Haman came to him ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിച്ചു. and read the book of Deuteronomy. അപ്പൊ മൊർദെഖായി രാജാവിന് ചെയ്തൊരു ഗുണം അതിന്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. And what was written there was what Mordecai had done for the king. 2 ഷണ്ഡന്മാർ തന്നെ കൊല്ലാൻ തക്കൊണ്ട് തീരുമാനിച്ച And കാര്യം. 2 people had decided to kill the king. ഇവർക്ക് എന്തെങ്കിലും അത് മൊർദെഖായി അറിയിച്ചുകൊണ്ട് രാജാവ് രക്ഷപ്പെട്ടു. And because Mordecai was the informant, the king escaped. അവനൊന്നും കൊടുത്തില്ല.
But Mordecai did not receive anything. മോർദെക്കായ്ക്ക് ഒരു സമ്മാനവും കൊടുത്തില്ല. Mordecai did not receive any gifts. നമ്മളെ ഓർക്കേണ്ട പ്രിയപ്പെട്ട, നമ്മളെ ഓർക്കാതെ പോകുമ്പോൾ നമുക്ക് എന്തൊരു ദുഃഖം ഉണ്ടാകും. How much sadness do you deal with when people who should remember you forget you? ദൈവത്തെ പ്രസാദിപ്പിക്കും ദൈവത്തിന്റെ പൈതലേ. Child of God, please your God. ദൈവത്തിന്റെ സമയമാകുമ്പോൾ When in God's time, നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. there is a God that will remember ഇപ്പോൾ you. രാജാവ് ചോദിക്കുന്നു, നമ്മൾ മോർദെക്കായ്ക്ക് എന്തെങ്കിലും സമ്മാനം കൊടുത്തിട്ടുണ്ടോ? And King Ahasuerus is asking, have we given Mordecai any ഒന്നും gift? കൊടുത്തില്ല. Nothing. അപ്പോഴാണ് ഹാമാൻ ഇവനെ തൂക്കിക്കൊല്ലാനുള്ള കാര്യം ചോദിക്കാൻ വന്നിരിക്കുന്നത്. And that's when Haman came to ask about. രാജാവ് ഒരു ചോദ്യം ചോദിച്ചു. The king asked a question. രാജാവ് ബഹുമാനിപ്പാനിരിക്കുന്ന പുരുഷൻ എന്താണ് ചെയ്യേണ്ടത്? What is it that we should do for the man that the king wished to respect? ഹാമാൻ വിചാരിച്ച അവനെയാണ് ബഹുമാനിക്കാൻ പോകുന്നത്. And Haman thought that it was him that the king would അവൻ respect. പറഞ്ഞു, രാജാവിന്റെ രഥത്തിൽ അവനെ കയറ്റണം. You need to allow him to sit in your chair. രാജാവിന് ചെങ്കോൽ അവനെ പിടിപ്പിക്കണം. You should allow him to hold your ഈ scepter. രാജ്യത്തെ ഏറ്റവും മാന്യനെ കൊണ്ട് മുന്നേ നടത്തി പറയിപ്പിക്കണം, യഹോവ രാജാവ് മാനിക്കുന്ന പുരുഷനെ ഇങ്ങനെ ബഹുമാനിക്കും. And put the most honorable person of this land and said, honor this man in this manner. അപ്പോൾ രാജാവ് എന്താണ് പറഞ്ഞത്? The response of the ഈ king. പറഞ്ഞ എല്ലാം മോർദെക്കായി കൊടുക്ക്. All that you just described, give it to Mordecai. അതിലൊട്ടും കുറയ്ക്കരുത്. Don't decrease anything. മുന്നേ നിന്ന് വിളിച്ചു പറയേണ്ട നീ ആയിരിക്കണം. You should be the one that should call out in front of that നീ throne. വിളിച്ചു പറയണം, രാജാവ് ബഹുമാനിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യും. You should call out and say, the man that king wants to respect, do the following. ഹാമാൻ എന്ത് ചെയ്തെന്നറിയാമോ? What did Haman do? പെട്ടെന്ന് രാജാവിന്റെ വസ്ത്രം എടുത്തോണ്ട് വന്നു. He took the robes of the king. അവിടെ സ്റ്റൂളേൽ മോർദെക്കായി ഇരിക്കുകയായിരുന്നു. Mordecai was sitting on a chair. ഹാമാനെ കണ്ടപ്പോൾ എഴുന്നേറ്റില്ല. He did not stood up when he saw Haman. ഹാമാൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. And Haman held him and made രാജാവിന്റെ him stand up. വസ്ത്രം അവനെ Put ഇടിക്കുന്നു. put the royal robes on him. രാജാവിന്റെ രഥത്തിൽ അവനെ കയറ്റുന്നു. Put him on the chariot of the king. ഇവൻ തന്നെ മുന്നേ വിളിച്ചു പറഞ്ഞു നടക്കുകയാണ്. And he is calling out to the people. രാജാവ് ബഹുമാനിക്കാണ്ടിരിക്കുന്ന പുരുഷൻ ഇന്നത് ചെയ്യും. Do the following for the man that the king wishes ഇന്ന് to പൽക്കാൽ honor. ദൈവത്തെ പ്രസാദിപ്പിക്കും ദൈവത്തിന്റെ പൈതലേ. Child of God that has chosen to please your God. ലോകം മുഴുവൻ നിനക്കെതിരായി തീർന്നാലും, Let the entire world come against you. സാത്താൻ ശക്തികൾ ഇളകി നിന്നെ നശിപ്പിക്കാൻ നോക്കിയാലും, Even though the powers of darkness wants to destroy you. ദൈവമായുള്ള കൂട്ടായ്മ പാലിക്കുന്ന നിന്നെ If you continue and remain in the fellowship of ഈ God, ലോകത്തിന് നശിപ്പിക്കാൻ സാധ്യമല്ല. you will not be destroyed by this world. കാരണം നീ ദൈവത്തോട് കൂടെ നടക്കുന്നവനാണ്. Because you walk with your God. നീ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവനായിട്ടല്ല, Not one that pleases man. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിട്ട് ജീവിക്കണം. But you need to live as one that pleases God. എന്തോ ഒരു സന്തോഷം. എനിക്ക് ആ ഭാഗം വായിക്കാൻ ഞാൻ പലപ്പോഴും സന്തോഷിച്ചിട്ടുണ്ട്. I have rejoiced many a times when I have read that passage. ഓ, അന്നവൻ തല തുണിയിട്ടുകൊണ്ടാണ് വീട്ടിലോട്ട് പോയത്. Can you imagine the way that he went back home? അതെ, നേരത്തെ ഭാര്യ പറഞ്ഞു, അവൻ യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കാൻ പോകുന്നില്ല. And his wife had said, if he's a Jew, you're not going to gain victory over him. മോർദെക്കായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനാണ്. Mordecai is someone that pleases അവൻ God. യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കാൻ പോകുന്നില്ല. If he is a Jew, you're not going to win over him. അപ്പൊ ആരോ എന്ന് പറഞ്ഞു, മോർദെക്കായെ കൊല്ലാൻ ഒരു കഴിമരം ഉണ്ടാക്കിയിട്ടുണ്ട്. And so someone else had come and said that they prepared a gallows for Mordecai to be killed. രാജാവ് പറഞ്ഞു, അവനെയും അവന്റെ ഭാര്യയെ എല്ലാം അതിനകത്ത് അതേ തൂക്കിക്കൊന്നേക്കാൻ പറഞ്ഞു. And the king said, whoever has prepared this, hang him and his family. നമ്മുടെ വിഷയം എന്താ അറിയാമോ? ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. Our topic is Enoch pleased God. മോർദെക്കായി ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് മോർദെക്കായ്ക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായി. Because Mordecai pleased God, he had these experiences. നമ്മൾ ഹാനോക്കിനെ കുറിച്ച് വായിക്കുമ്പോൾ അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചെന്നാണ്. We know about Enoch that he had sons and daughters. നല്ലൊരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയായിരുന്നു. A man who was leading a good family life. ചിലർ പറയുന്നത് ഭക്തനായിട്ട് ജീവിക്കാൻ കുടുംബജീവിതം പറ്റത്തില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. There are many people that says that it's hard to live a righteous life with along with a family. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, Child of God that pleases God. കുടുംബജീവിതം എത്ര അനുഗ്രഹമാണ്. Your family life is a blessed life. എന്റെ ഭാര്യയാണെങ്കിൽ ഏറിയ നാളുകളായിട്ട് നല്ല സൗഖ്യമില്ലാതിരിക്കുന്ന വ്യക്തിയാണ്. My wife is someone that has been sick for many years. എന്നാൽ ഞങ്ങളുടെ ജീവിതം എന്ത് വലിയ സന്തോഷമാണെന്നറിയാമോ? But our life is a happy ഞങ്ങൾ life. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ? When we sit together for family prayer, there's great joy there. ഞാൻ പല ചോദ്യങ്ങൾ അവളോട് ചോദിക്കും. I ask her many questions. അതിനെല്ലാം സ്ട്രേറ്റ് ആയിട്ട് ഉടനെ ഉത്തരം പറയും. She will immediately answer all of those questions. അത് കേൾക്കുന്ന എന്തൊരു സന്തോഷമാണ്. I'm happy when I listen to her response. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനിടെ കുടുംബജീവിതം ഒരിക്കലും തടസ്സമല്ല. While you please your God, your family life does not stand as an obstacle. അതുകൊണ്ട് വിവാഹം വിലക്കുന്നവരും വിവാഹം കഴിക്കാത്തവരും ഉണ്ട്. So there are people that are married and people that choose not to marry. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ഹാനോക്ക്
300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചുകൊണ്ടിരുന്നു. While he was walking with God for 300 years, he had sons and daughters. അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ്. He's pleasing God. അവനൊരു മെതുശാലേഖനെ കൊടുത്തു. Methuselah was അവൻ given to him. 969 വർഷം ജീവിച്ചിരുന്നു. And he had lived for 969 years. എത്ര അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതം. What a blessed family life. അവൻ ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ചു. He walked with God and pleased God. നാലാമത്തെ വിഷയം, The fourth topic. എബ്രായലേഖനം 11:5 വാക്യം ഇങ്ങനെ വായിക്കുന്നു. In Hebrews chapter 11 verse 5. അവൻ നല്ല സാക്ഷ്യം പ്രാപിച്ചു. That he had received a great commendation. ഈ 300 സംവത്സരം കൂടെ നടക്കുമ്പോൾ, ദൈവമായിട്ട് നടക്കുമ്പോൾ നമ്മുടെ ജീവിതം അതേത്തെ കുറിച്ച് ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. When you walk for 300 years in this manner, people will pay attention to you. ഇത്രയും നല്ല ദൂത് പറയുമ്പോൾ എങ്ങനെ ഉറങ്ങാൻ തോന്നും? When I'm saying such a good message, how do you feel like sleeping? അതേ ഞാൻ പറയുന്നത് നമ്മുടെ കാര്യമായി പറയുന്നത് കേട്ടോ. I'm talking about people here. അല്ലാതെ ഡൽഹിയിൽ ഉറങ്ങുന്ന കാര്യമല്ല പറഞ്ഞു, ഇവിടെ ഇരുന്ന് ഉറങ്ങുന്ന കാര്യമാണ്. I'm talking about people who's falling asleep at this moment. അവനെ വായിക്കുന്നത് അവൻ നല്ല സാക്ഷ്യം പ്രാപിച്ചു. We see he had received a great testimony. നമ്മൾ ഈ പാട്ടുപാടി ആരാധിക്കുമ്പോൾ നമ്മുടെ നടപ്പിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. When you are worshiping, people that are observing you are looking for mistakes that you make. അത് യോബിനെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു. We read about Job like അവൻ ഭക്തനാണ്, that he was righteous, നേരുള്ളവനാണ്, that he was blameless, ദോഷം വിട്ടകലുന്നവനാണ്, that he walked away from ദൈവകൃപ wickedness, അനുഭവിക്കുന്ന വ്യക്തിയാണ്. that he was someone that received the grace of God. സാത്താൻ വന്ന് ദൈവസന്നിധിയിൽ നിന്നു. Satan stood in front of God. സാത്താനേ, നീ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? Oh Satan, have you put your eyes on Job? അവനെ പോലെ ഭക്തനും നേരുള്ളവനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലെന്നാ സാക്ഷ്യം There's no പറഞ്ഞത്. one in this earth that is blameless and is righteous and walks away from wickedness like him. അപ്പൊ സാത്താൻ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയാമോ? The response Satan gave. വെറുതെയാണോ അവൻ നിന്നെ അത് ആരാധിക്കുന്നത്? Why is it for nothing that he worships? വെറുതെയാണോ അവൻ തന്റെ ഭക്തി മുറുകെ പിടിക്കുന്നത്? Is it for nothing that he is holding on to his നീ faith? അവനുള്ളതിലെല്ലാം ചുറ്റും വേലി കെട്ടിരിക്കുന്നു. You have put a hedge around him. ആ വേലി അങ്ങനെ ഒരു വേലിയുള്ളത് ഈയോബിന് പോലും അറിയത്തില്ല. Even Job does not know that such a fence exists. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ പായതിന്റെ ചുറ്റും ദൈവം വേലി കെട്ടിയിട്ടുണ്ട്. But a person that is pleasing God, God has put a hedge and a fence around you. സാത്താൻ പറയുന്ന അതേ അഭിപ്രായം എന്താണെന്നറിയാമോ? ആ വേലി ഒന്ന് പൊളിച്ചു കളയാൻ അനുവദിക്കുക. And the opinion that Satan has is, if you allow me to take away that boundary, അവൻ നിന്റെ മുഖത്ത് നോക്കി നിന്നെ ത്യജിച്ച് പറയും. he will look at your face and reject you. പറഞ്ഞു വേലി പൊളിച്ചോ, പക്ഷെ അവന്റെ പ്രാണനെ നീ തൊട്ടുപോകല്ലേ. And God said, you can take away the hedges, but you cannot touch his life. അവിടെ സംഭവിച്ചെല്ലാം നമുക്കറിയാം. And you know what happened തന്റെ there. സമ്പത്ത് മുഴുവൻ നശിച്ചു. He lost his wealth. തന്റെ കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. He lost his children. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു പറഞ്ഞ വാചകം, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം And the വാഴ്ത്തപ്പെടുന്നു. one that pleases God, the words that he said is, God gave, God take away, blessed be the name of God. അവൻ നല്ല സാക്ഷ്യം പ്രാപിച്ചു. He received a great testimony. വീണ്ടും സാത്താൻ കടന്നു ചെന്നു. Again Satan approached ഉടനെ അവൻ him. പറയുന്ന വാചകം, നീ അവനെ ഒന്ന് തൊടാനാ പറയുന്നത്. And then he said, why don't you touch him? അതിന് നീ ഒന്ന് അനുവദിക്കേ. Can you allow me to do നിന്റെ that? മുഖത്ത് നോക്കി നിന്നെ തള്ളി പറയും. He will look at your face and reject you. അതും ദൈവം അനുവദിച്ചു. And God allowed for that as well. അവന്റെ പ്രാണനെ നീ തൊട്ടുപോയില്ലേ. But you cannot touch his life. അവന്റെ ദേഹം മുഴുവൻ ചോറി പിടിച്ചു. While he had boils all over his ആ ചോറി body. പിടിക്കുന്ന സമയത്ത് ഫിലോസഫേഴ്സ് ഒക്കെ വന്ന് തന്നോട് സംസാരിക്കുന്ന ഭാഗങ്ങൾ നമുക്കറിയാം. You know about the philosophers that came and talked to him during this തന്റെ time. ഭർത്താവിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടപ്പോൾ ഭാര്യ പറയുന്ന ഒരു വാചകമുണ്ട്. And there is this words that the wife says when the husband lost his good looks. നീ ഇപ്പോഴും നിന്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നുവോ? Why do you still hold on to your faith? അപ്പൊ ഭാര്യയുടെ സാക്ഷ്യം എന്താണെന്നറിയാമോ? And so the testimony that the wife എന്റെ has, ഭർത്താവ് ഒരു ഭക്തനാണ്. that my husband is a righteous man. ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടും അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നു. He still holds on to his faith even though all these things have happened to him. ദൈവത്തിന് യോബിനെ കുറിച്ച് സാക്ഷ്യമുണ്ട്. God had a testimony about Job. സാത്താൻ ഒരു സാക്ഷ്യമുണ്ട്. Satan had a testimony തന്റെ about ഭാര്യയ്ക്ക് ഒരു സാക്ഷ്യമുണ്ട്. His wife had a testimony about Job. എന്നാൽ തന്റെ ജീവിതം ഉണ്ടായ അവസാനത്തെ അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. But you know what happened at the end of his life. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. My Redeemer lives. അവനോട് ഒരു പൊടി നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. And I know that he will stand at the end എന്റെ of this ദേഹം earth. ക്ഷയിച്ചോട്ടെ. Even though my body is taken ഞാൻ away. ദേഹസഹിതനായ എന്റെ ദൈവത്തെ കാണും. Even without this body I will see my God. അന്യന്റെ കണ്ണുകളല്ലല്ലോ, Not through the eyes of others, എന്റെ സ്വന്തം കണ്ണാൽ കാണും. but through my own eyes. ഞാൻ രണ്ട് വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാൻ
പറയാൻ Two more പോവുകയാണ്. things that I want to mention, and I'm going to end my message. നമ്മൾ ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിക്കുന്നവരായിരിക്കണം. You should be one that receives a testimony from God. കാലേബിനെ കുറിച്ച് പറയുന്നത് എന്റെ ദാസനായ കാലേബോ എന്നാണ് ദൈവം പറയുന്നത്. God says about Caleb, my servant Caleb. അവൻ വേറെ ഒരു സ്വഭാവമുള്ളവൻ. He's got another behavior. നമ്മൾ ദൈവത്തോട് സാക്ഷ്യം പ്രാപിക്കണം. You should receive a testimony from God. അഞ്ചാമത്തെ വിഷയം, Fifth, യൂദാ ലേഖനം 14-15 Jude chapter 1 verse 14 and 15. അവൻ ഒരു പ്രവാചകനായിരുന്നു. That he was a prophet. ബൈബിളിലെ ആദ്യത്തെ പ്രവാചകൻ ഹാനോക്കാണ്. The first prophet of God in the Bible is Enoch. അവൻ എന്താണ് പ്രവചിച്ചത്? What did he prophesy? അതേ, അതിന്റെ 15 വാക്യം വായിക്കുമ്പോൾ ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരുടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. Behold, the Lord comes with 10,000s of his holy ones to execute judgment on all and to convict all the ungodly of all their deeds of ungodliness that they have committed in such an ungodly way, and of all the harsh things that the sinners have spoken against him. ബൈബിളിലെ ഒന്നാമത്തെ പ്രവാചകൻ. This was the first prophet. അവന്റെ പ്രവചനം നോക്കണമേ, അങ്ങ് നിത്യത വരെയുള്ള പ്രവചനമാണ്. This is a prophecy about eternity. ഇതുവരെ ഈ പ്രവചനം നിറവേറിയിട്ടില്ല. Until now, this prophecy has not been അപ്പൊ fulfilled. നിത്യത വരെയുള്ള കവാടം ദൈവം തമ്പുരാൻ അവന് തുറന്നു കൊടുത്തു. So the vision to eternity was opened up for Enoch. രക്ഷിക്കപ്പെട്ട അതേ ഹാനോക്ക്, This Enoch who was saved. ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക്, This Enoch who walked with God. ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാനോക്ക്, This Enoch who pleased God. നല്ല സാക്ഷ്യം പ്രാപിച്ച ഹാനോക്ക്, This Enoch who received the testimony. അവസാനം വരെയുള്ള നിത്യത വരെയുള്ള കാര്യങ്ങൾ അത് അവന് തുറന്നു കൊടുത്തു. What was opened for him was the life of eternity. യഹോവയുടെ സാഹിത്യം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. God's kindness is towards the holy people. സകലരെയും ന്യായം വിധിപ്പാൻ 1000 വിശുദ്ധന്മാരോട് വന്നിരിക്കുന്നു. He has come to judge with 10,000s of his holy ones. അതേ, തന്റെ യേശുവിന്റെ പരസ്യവരവിനെ കുറിച്ച് വരെ അവൻ പറഞ്ഞിരിക്കുന്നു. He declared about the public coming of God. എന്തിനാണ് കർത്താവ് വരാൻ പോകുന്നത്? Why is it that he's going to come? ഈ ലോകത്തെ ന്യായം വിധിപ്പാൻ, To judge this earth. അന്തിക്രിസ്തുവിനെ കള്ളപ്രവാചകനെ പിടിച്ച് തീപ്പൊയ്യിലിടുവാൻ, To take Antichrist and his angels and cast them into the fire. സാത്താനെ പിടിച്ച് 1000 മടക്കി ചങ്ങലിട്ട് പൂട്ടുവാൻ, To take Satan and bind him for 1,000 years. ഒരു സമ്പൂർണ്ണ യുഗം 1000 ആണ്ട് വാഴ്ച സ്ഥാപിക്കാൻ കടന്നു And to വന്നിരിക്കുന്നു. establish an eternity. അതവൻ കണ്ടു, He saw that. അതവൻ പ്രവചിച്ചു. He prophesied that. അത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ചെയ്യാനിരിക്കുന്നത് എന്റെ സ്നേഹിതനാകുന്ന അബ്രഹാമിനോട് ഞാൻ മറച്ചു വെക്കുമോ? And we read like this, what I'm about to do, will I hide it from my friend Abraham? നടക്കാൻ പോകുന്ന സംഭവങ്ങളുണ്ടോ തന്റെ ഭക്തന്മാരെ അറിയിക്കാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. God's not going to do anything without letting his people know what he's about to do. ഇത് ദൈവം തന്നെ പറയാണ്, എന്റെ സ്നേഹിതനാകുന്ന അബ്രഹാമിനോട് എനിക്കത് മറച്ചു വെക്കാൻ ഒക്കത്തില്ല. God himself says to my friend Abraham, I cannot hide this. ദൈവത്തോട് കൂടെ നടക്കുന്ന ദൈവത്തിന്റെ പൈതലേ, Child of God that's walking with God. സഭാപ്രസംഗിൽ ഇങ്ങനെ വായിക്കുന്നു, രണ്ടുപേർ ഒത്തു ചേർന്നിട്ടല്ലാതെ എങ്ങനെ നടക്കാൻ തക്കോണം സാധിക്കും? And we read like this, if two people don't join together, how can they walk together? ദൈവവും ഹാനോക്കും കൂടെ ഒത്തുചേർന്ന് ഉള്ള നടപ്പാണിത്. If God and Enoch was in alignment when they were walking ദൈവത്തിന് together. ഒന്നും മറച്ചു വെക്കാൻ സാധ്യമല്ല. God is unable to hide something. കർത്താവിന്റെ രഹസ്യവരവും കഴിഞ്ഞ് പാരസ്യവരവും അതിന്റെ അപ്പുറത്തുള്ള നിത്യതയും ഇതാ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു. Here God is revealing not only the secret coming, but his public coming, and after that the eternity that will happen. നമ്മൾ കാലം ഇവിടെ ദർശനം കാണുന്നത് ദൈവമക്കൾ ഇരിപ്പുണ്ട്. I know people of God sitting here right now that sees the visions of God. ദൈവവുമായി സംസാരിക്കുന്ന പ്രിയപ്പെട്ടിട്ടുണ്ട്. I know people that talk with God. ഞാൻ ദൈവമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. I am a person that talks with my God. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് അറിയാമോ? You know what that means? പ്രാർത്ഥനയെ കൂടെ സംസാരിക്കും, I talk to him in my prayer. ദൈവവചനത്തെ കൂടെ ദൈവം എന്നോട് സംസാരിക്കും. Through the word of God, God speaks to me. ഈ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. This blessing we all have. അത് ദൈവമായിട്ടുള്ള സംസാരം നമുക്ക് ഉണ്ടായിരിക്കണം. We should have that fellowship. എന്റെ 6ാമത്തെ വിഷയം, The sixth topic. മരണം ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. And because God took him away, he was not seen. ഇത്രയും നല്ല ജീവിതം നയിച്ചവനെ ദൈവം എടുത്തുകൊണ്ടു. For someone that led such a good life, God took him. മരണം കാണാതെ അവൻ എടുക്കപ്പെട്ടു. Without seeing death, he was taken. ഏലിയാവും മരണം കാണാതെ എടുക്കപ്പെട്ടവനാണ്. Elijah was one that also did not see death. യോഹന്നാനും അപ്പോസ്തലനായ പൗലോസും ആത്മാവിൽ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടവരാണ്. We see John and Apostle Paul in their spirit was taken up to heaven. അതിനെക്കുറിച്ച് ഒരു അർത്ഥം പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കാം. I'm going to say a meaning about that and end here. ജലപ്രളയം വരുന്നതിന് മുമ്പേ അവൻ എടുക്കപ്പെട്ടു.
Before the flood came, he was taken. വരാൻ പോകുന്ന മഹോപദ്രവകാലം വരുന്നതിന് മുമ്പ് സഭ ഇവിടുന്ന് എടുക്കപ്പെടും. Before the tribulation time, the church will be taken away. മെഥുശാലേഖിനെ കുറിച്ച് അതിന്റെ അർത്ഥം അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കുന്നതാണ്. And about his son Methuselah, that means that before this happens, he will be taken. മെഥുശാലേഖ് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് ജലപ്രളയം ആരംഭിപ്പാന്നൊക്കെ ആയിത്തീർന്നത്. It was after the death of Methuselah that the flood came. വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് ഹാനോക്കിനെ ദൈവം എടുത്തു. From the great judgment that was about to come, Enoch was ഈ taken ലോകത്തിൽ away. വരാൻ പോകുന്ന ന്യായവിധിയിൽ നമ്മൾ ഉൾപ്പെടാതെ നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കാണ്. ഇവിടെ കയറി വരുവി എന്നുള്ള ശബ്ദം കേൾക്കും, നമ്മൾ ഇവിടുന്ന് എടുക്കപ്പെടും. The judgment that this will come upon this earth, before that happens, you and I will be taken away. മാരണം കാണാതെ അവൻ എടുക്കപ്പെട്ടു. He was taken away without seeing എത്ര death. സന്തോഷകരമായ ഒരു ജീവിതമാണ്. What a wonderful life. താൻ നല്ല സാക്ഷ്യം പ്രാപിച്ചവൻ, Someone who received a great testimony. ദൈവത്തോട് കൂടെ നടന്നവൻ, Someone that walked with God. ജീവിതം പാലിച്ചവൻ, Someone that kept his life. ദൈവം അവനെ എടുത്തു. God took him. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ജോമിയുടെ മമ്മി കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. The other day, Jomi's mom went to the presence of God. ഏറിയ ദിവസങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Prayed for many, many days. കർത്താവേ കുറെ നാളുകൂടെ ആയുസ് നീട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു. Please extend her life for some more time. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ എടുക്കാനായിരുന്നു ദൈവത്തിന് പ്രസാദം. But God pleased to take her to his presence. നമ്മുടെ പല പ്രിയപ്പെട്ടവരും അതുപോലെ നമ്മളെ വിട്ട് പോയിട്ടില്ലേ? As in many of our dear ones left us in that അതിന് നമ്മൾ manner. ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. Let's not question it. അതേ ദുഃഖമില്ലാത്ത നാട്ടിലേക്ക് കടന്നു പോയിരിക്കുന്നു. He's gone to a land with no sadness. ആനോക്ക് ഇന്നും ദൈവത്തിന്റെ മുഖം കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. Enoch today sees the face of God and rejoices. ഏലിയാവ് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. Elijah rejoices. നമ്മുടെ അനേക പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പല സഹോദരന്മാർ, പാഷാനന്ദ് മുതലായ അനേക ശ്രേഷ്ഠ ദൈവദാസന്മാർ അത് ദൈവത്തിന്റെ മുഖം കണ്ട് ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നു. Many men and women of God, our dear ones, including Pastor Anand, is looking at the face of God and rejoicing. നമ്മൾ എടുക്കപ്പെടും. We will be taken. ജലപ്രളയം വരുന്നതിന് മുമ്പ് എടുക്കപ്പെടും. Before the flood comes. മഹോപദ്രവകാലം വരുന്നതിന് മുമ്പ് എടുക്കപ്പെടും. Before the tribulation time, we will be taken. അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. Before the rapture will be taken, let's prepare for his coming. നമ്മുടെ കൊയർ മുൻപോട്ട് കടന്നു വരാം. I ask the choir to come ഒരു forward. പാട്ട് പാടി ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. Let's worship and sing in song and worship and end. നമ്മുടെ പ്രത്യാശ വർദ്ധിച്ചു വരട്ടെ. Let our faith increase. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. Can we all stand up? നമ്മുടെ കരങ്ങളടിച്ച് നമുക്ക് പാട്ട് പാടി ദൈവത്തെ Can we സ്തുതിക്കാം. clap our hands and worship?